പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സന്ദേശം ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദഭാഗമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളും സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന വാക്യമാണ് നാം വായിച്ചു കേട്ടത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയുടെ കാലയളവ് ഏകദേശം തൻ്റെ ശുശ്രൂഷയുടെ സമയം അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ഫിലിപ്പിയർ ലേഖനത്തിൽ പുറത്തെ സഭയോട് താൻ എഴുതി അറിയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വാചകങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ഫിലിപ്പിയർ ലേഖനം 4 അധ്യായങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആത്യന്തികമായി കാണാൻ കഴിയുന്ന പദങ്ങളാണ് പൗലോസ് വീണ്ടും വീണ്ടും ഒന്നിലധികം പ്രാവശ്യം ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന പദങ്ങളാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു എന്ന് പൗലോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. കർത്താവിൽ സന്തോഷിക്കണം. പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെ താൻ കാരാഗ്രഹത്തിനകത്ത് വെച്ചാണ് പ്രത്യാശയോടും പ്രതീക്ഷയോടും പുറത്തെ സഭയോട് പറയുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ഏതൊക്കെ പ്രോസിക്യൂഷനുകൾ നേരിടേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി കർത്താവിൽ സന്തോഷിക്കുവാനിടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൗലോസ് ആ 4-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിലാണ് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുന്നു. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ശക്തമായി പറയുകയാണ്. 4-ാമത്തെ അധ്യായം 4-ാമത്തെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വകയില്ലാത്ത വിഷയങ്ങൾ ഒരു പക്ഷങ്ങൾ നമ്മുടെ മുൻപിൽ വന്നേക്കാം. നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന, ദുഃഖപൂർണമാക്കി മാറ്റുന്ന വിഷയങ്ങൾ വരും. അതിൻ്റെ നടുവിലും കർത്താവിൽ പ്രത്യാശയോടെ, കർത്താവിൽ പ്രത്യാശ വെച്ച് സന്തോഷിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നിട്ടാണ് പുറത്തെ സഭയോട് താൻ എഴുതി അറിയിക്കുകയാണ്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. വിചാരങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല. ഭൂമിയിൽ എല്ലായിടത്തും ഏതു മതസ്ഥരെ എടുത്തു നോക്കിയാലും, ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ഏതു മനുഷ്യനും വിചാരങ്ങളുണ്ട്. നാളത്തെ കുറിച്ചുള്ള വിചാരങ്ങൾ, കഴിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ, ഭാവിയെ കുറിച്ചുള്ള വിചാരങ്ങൾ എന്നിങ്ങനെ ഇത്യാദി വിചാരങ്ങളില്ലാത്ത മനുഷ്യനില്ല. ദൈവത്തിന് ഇഷ്ടമല്ല. എല്ലാ മനുഷ്യനും വിചാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്. പക്ഷെ പൗലോസ് പറയാം, നാം വിചാരിച്ചു കൊണ്ടിരുന്നാൽ, നാം ഭാരപ്പെട്ടുകൊണ്ടിരുന്നാൽ, നാളെക്കുറിച്ച് വിചാരിച്ചാൽ, എൻ്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ചാൽ, അതിനെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിനും അപ്പുറത്ത് അതിനൊരു സൊല്യൂഷൻ താൻ പറയുകയാണ്. നമുക്ക് വിചാരങ്ങൾ വരാം, നാം വിചാരങ്ങൾക്കകത്ത് അടിമപ്പെട്ടു പോകരുത്. നമുക്ക് വിചാരങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യണം? അടുത്ത സെന്റൻസ് ആണ് താൻ പറയുന്നത്, എല്ലാറ്റിലും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം എന്ന് പൗലോസ് പറയാണ്. അപ്പൊ ഫിലിപ്പിയ സഭയെ നോക്കി, പുറത്തുള്ള ദൈവ മക്കളെ നോക്കി പൗലോസ് അപ്പോസ്തലൻ വളരെ ഉറച്ച സ്വരത്തോട് പറയാ, നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ആയുസ്സിനോട് ഒരു മുഴം നീട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിവുള്ളതല്ല. നമ്മൾ വിചാരപ്പെട്ടതുകൊണ്ട് നമ്മുടെ ആയുസ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് കഴിയത്തില്ല. രോഗങ്ങൾ ഒരു പക്ഷേ നമ്മെ വേദനിപ്പിച്ചേക്കാം. നമ്മുടെ കടഭാരങ്ങൾ നമ്മെ ഒരുപക്ഷെ വേദനിപ്പിച്ചേക്കാം. കടമില്ലാത്തവരും രോഗമില്ലാത്തവരും ദുഃഖങ്ങളില്ലാത്തവരും പ്രയാസങ്ങളില്ലാത്തവരുമായിട്ട് ആരും തന്നെയില്ല.
ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും വിശുദ്ധ വേദ പുസ്തകം പൗലോസ് അപ്പോസ്തലൻ താൻ പറയുകയാണ്, കർത്താവിൽ സന്തോഷിക്കണം. അടുത്തത് പറയുക, നാം വിചാരപ്പെടരുത്. നമുക്ക് വിചാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആശ്രയം കർത്താവിലേക്ക് വെക്കണം, കർത്താവിൽ നോക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് താൻ വിചാരപ്പെടരുതെന്ന് ഈ 4 അധ്യായങ്ങളിൽ താൻ പറയാനുള്ള ആ വിഷയം എന്ന് പറയുമ്പോൾ, 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കാണുമ്പോൾ വേഗത്തിൽ ഞാൻ ഓടിച്ചു പറയുന്ന 2 കാര്യങ്ങൾ. താൻ പറയാ, സ്തോത്രം, നമ്മളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം വരെ കർത്താവിന്റെ കരം നമ്മളോട് കൂടെ ഇരിക്കും. പ്രവൃത്തി ആരംഭിച്ചവനറിയാം അതെങ്ങനെ മൂവ് ചെയ്യിപ്പിക്കണമെന്ന്, എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലേക്ക് വരും. വീണ്ടും പൗലോസ് പറയുന്നു, നമ്മൾ വിചാരപ്പെടണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം, നമ്മുടെ മൺമയമാകുന്ന ഈ ശരീരം ഇവിടെ വിട്ടേച്ചു പോകാനുള്ളതാ. നാം കർത്താവിലൂടെ എടുക്കപ്പെടാനുള്ളവരാ. ഇവിടെ ജീവിക്കുന്ന ഏകദേശം 70, 80, 90 വയസ്സുകാലത്തെ, വർഷക്കാലത്തെ ജീവിതത്തിനു വേണ്ടി വിചാരപ്പെട്ടിരിക്കാനുള്ള അല്ല, മറിച്ച് കർത്താവിനോട് കൂടെ വാഴാനാണ് നമ്മൾ പ്രത്യാശ വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വേദവാക്യം വായിക്കുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വിചാരപ്പെടണ്ട എന്ന് താൻ പറയുന്നതിന്റെ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പൗരത്വം ഇവിടുത്തെയല്ല. ഇവിടുത്തെ ശരീരത്തിന് രോഗം വരാം, ഇവിടെ താമസിക്കുന്ന നമ്മുടെ ജഡത്തിന്, ശരീരത്തിന് ക്ഷീണങ്ങൾ തട്ടാം. ഇവിടെ നമുക്ക് പലവിധമായ ചിന്തകൾ, പലവിധമായ വിഷയങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെങ്കിൽ നാം ഇവിടുത്തുകാരല്ല എന്നും, നാം ഒരു പരദേശ പ്രയാണത്തിന് വന്നിരിക്കുകയാണെന്നും, മറിച്ച് കർത്താവിനോടുകൂടെ നാം എടുക്കപ്പെടാനുള്ളവരാണെന്നും, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നതാണെന്നും നാം ചിന്തിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവിന് ഇഷ്ടം. അതിനുശേഷം എന്തുകൊണ്ടാണ് വിചാരപ്പെടുന്നത് പൗലോസ് പറയുന്നത്? 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. അപ്പോ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമുള്ളത് കൊണ്ട് എനിക്ക് ശക്തി ക്ഷയിച്ചു പോകുന്നു, ഞാൻ ബലഹീനനായി പോകുമെന്ന് എനിക്ക് തോന്നുമ്പോൾ എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പൗലോസ് പറയാ. ആ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് താൻ പറയാ, എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ തന്റെ ധനത്തിനൊത്തവണ്ണം തീർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പൗലോസ് പറയുക. അതുകൊണ്ട് വിചാരപ്പെടരുത്. നാം വിചാരപ്പെട്ടാൽ, സ്തോത്രം, നാം ടെൻഷൻ അടിച്ചാൽ, നാം ഭാരപ്പെട്ടാൽ നമ്മുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ കാൽവറി ക്രൂശിലേക്ക് നോക്കുവാനിടയായിത്തീരണം. കാൽവറി ക്രൂശിൽ സ്തോത്രം നമുക്ക് വേണ്ടി 3 ആണികളിൽ നമ്മുടെ പ്രാണനാഥൻ, പ്രാണപ്രിയൻ അവസാനത്തുള്ളി രക്തവും വരെയും ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി പ്രാണനെ വിട്ടു. എന്തിനു വേണ്ടി? നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. ആ നാഥൻ ഭൂമിയിലായിരുന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ അനന്തരം യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ഞാൻ സ്വർഗാരോഹണം ചെയ്യുന്നു, ഞാൻ പോയതുപോലെ മടങ്ങി വരും, നിങ്ങളെയും ഞാൻ ചേർക്കും. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തിൽ പ്രത്യാശ വെക്കാം. വിചാരപ്പെടാതെ. നമ്മുടെ വിചാരങ്ങൾ ഒരർത്ഥവുമില്ല. നമ്മുടെ വിചാരങ്ങൾക്ക് നമ്മുടെ ആയുസ്സിനെ നീട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയത്തില്ല. നമ്മുടെ വിചാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കാൽവറിയിലേക്ക്, ക്രൂശിലേക്ക് നോക്കി നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.